ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നീ എത്തിയത് മലപ്പുറം ജില്ലയിലെ കോട്ടയ്ക്കലെ തലകാപ്പ്. അപ്പോൾ ഈ സ്ഥലം പറയുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും ഞാൻ എത്തിയത് കോയ് ഫിഷ് ഹൗസ് കേരള ഫാമിലേക്കാണ്, കോയ് ഫിഷിന്റെ ആ ഒരു കേന്ദ്രത്തിലേക്ക്. അപ്പോൾ ഏകദേശം ഞാനിവിടെ ഒരു 4 വർഷം മുന്നെയാണ് വന്നത്. അന്നത്തെ വീഡിയോ വമ്പൻ വൈറലായി. അപ്പോൾ ഇന്ന് ഞാൻ പ്രത്യേകിച്ച് ഇന്ന് വരാനുള്ള കാരണം, അപ്പോൾ ഉബൈദ് ഇപ്പോൾ ഇവിടെ കൊയ്ക്കാർപ്പിനെ വളർത്തുന്ന രീതി ഒരു വെറൈറ്റി രീതിയിലാണ്. അപ്പോൾ അതിനെ എങ്ങനെയാണ് വളർത്തുന്നത്, അതിനെ ഫിൽട്രേഷൻ സിസ്റ്റം എങ്ങനെയാണ് ടാങ്കിൽ ചെയ്തിട്ടുള്ളത്, അതൊക്കെയാണ് നമ്മൾ ഇന്ന് മെയിൻ ആയിട്ട് ഈ വീഡിയോയിൽ പറയുന്നത്. പിന്നെ ഇവിടെയുള്ള പല സൈസിലുള്ള കോഴിക്കാർപ്പിന് നമുക്ക് കാണിക്കാം. അപ്പോൾ മെയിൻ ഹൈലൈറ്റ് ആയിട്ട് പറയുന്നത് ഉബൈദ് ഇവിടുത്തെ എങ്ങനെയാണ് ഫിൽട്രേഷൻ സിസ്റ്റം, എങ്ങനെയാണ് വളർത്തുന്ന രീതി, അത് നമ്മൾ ഒരു വീഡിയോയിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇത് എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് വീഡിയോയുടെ പറയുന്നുണ്ട്. അപ്പോൾ നോക്കാം. ഫ്രണ്ട്സ്, നമ്മൾ ആ ഫാമിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ വീഡിയോ ഫിഷിനെ സ്നേഹിക്കുന്നത് തീർച്ചയായും ഇത് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കണം, സ്കിപ്പ് ചെയ്യാതെ. കാരണം അത്രയും സിമ്പിളായിട്ടാണ് ഉബൈദ് എങ്ങനെ കോയ് ഫിഷിനെ വളർത്താം, എങ്ങനെ ടാങ്കിൽ ഫിൽട്രേഷൻ സിസ്റ്റം ചെയ്യാം, അത് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ അത് വ്യക്തമായിട്ട് എല്ലാം A to Z വരെ അത് പറയുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോയാൽ നിങ്ങൾക്കത് തീർച്ചയായും മിസ്സായി പോകും. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മൊത്തമായിട്ട് കണ്ടാൽ നമുക്ക് എങ്ങനെ വീടിൻ്റെ അകത്ത് ഫിൽട്രേഷൻ സിസ്റ്റം ചെയ്തിട്ട് എങ്ങനെ കോഴിക്കാർപ്പിനെ വളർത്താം, ഫിഷിനെ ഒരുപാട് വളർത്തുന്ന ആൾക്കാരുണ്ട് വീടിൻ്റെ അകത്ത്. അപ്പോൾ അവർക്കൊക്കെ എപ്പോഴും നല്ല സംശയങ്ങളായിരിക്കും. അപ്പോൾ അതൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോ മൊത്തമായിട്ട് കണ്ട് അവർക്ക് തീർച്ചയായും അതിനൊരു മറുപടി നിങ്ങൾക്ക് തീർച്ചയായും കിട്ടും. അപ്പോൾ ഫുള്ളായിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ആദ്യം നമ്മൾ ഇവിടെയുള്ള കോഴിക്കാർപ്പിനൊക്കെ ഒന്ന് കാണിക്കുന്നത്, അതിന് ശേഷമാണ് ഇവിടെയുള്ള ഫിൽട്രേഷൻ സിസ്റ്റങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഫിഷ് നോക്കാം. നമസ്കാരം, കോയ് ഫിഷ് ഹൗസ് കേരളത്തോടുകൂടി നമസ്കാരം. നമ്മുടെ പ്രേക്ഷകർക്ക് നമ്മളെ മനസ്സിലാകാത്ത പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അതെ, എല്ലാവർക്കും അറിയാലോ. കാരണം നമ്മുടെ ഫാം വൈറലാക്കിയ ഗിരീഷേട്ടന്റെ ആദ്യത്തെ വീഡിയോയും കൂടിയാണ് നമ്മുടെ ഫാം കോയ് ഫിഷ് ഹൗസ് കേരള എന്ന് പറയുന്നത്. നമ്മൾ കോട്ടക്കല്, നേരത്തെ പറഞ്ഞ പോലെ കോട്ടക്കല് തലകാപ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ്. എന്റെ പേര് ഉബൈദ് എന്നാണ്. എല്ലാവർക്കും അറിയാം. നമ്മുടെ പ്രേക്ഷകരൊക്കെ അടിയിൽ ഇങ്ങനെ കമന്റ് വരുന്നുണ്ടാവും, ഉബൈദ്ക്ക, നമ്മുടെ ഉബൈദ് എന്നൊക്കെ പറഞ്ഞിട്ട് മുന്നത്തെ വീഡിയോയിൽ ഞാൻ കണ്ടതാണ്. അതേപോലെ തന്നെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഫിഷിനെ ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, എല്ലായിടത്തും ഉണ്ട്, പല ഇതിലുണ്ട് അല്ലെ. ഇപ്പൊ നമ്മള് നല്ല വെറൈറ്റി മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബ്രീഡ് ചെയ്യുന്നതും നമ്മൾ കൊണ്ടുവന്ന് പുറത്തുനിന്ന് കൊണ്ടുവന്ന് വിൽക്കുന്നതും ഒക്കെ ചെയ്യുന്നത്. നല്ല ബ്രാൻഡഡ് സാധനങ്ങൾ, പ്രീമിയം ക്വാളിറ്റി ഉള്ളത്. അതിലപ്പുറം ഇന്ന് ഗിരീഷേട്ടനെ നമ്മൾ വിളിച്ചു വരുത്തിയിട്ടുള്ളത്, പല ആളുകളും വിളിച്ച് ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് ഫിൽട്രേഷന്, നമ്മൾ ഈ കോയ് ഫിഷ് പോണ്ടിന്റെ ഫിൽട്രേഷൻ എങ്ങനെയാണെന്നുള്ളത്. പല ഡൗട്ടുകളാണ്, പല കമന്റ്. ഇപ്പൊ നമ്മളെ ഈ വീഡിയോക്ക് തന്നെ അടിയിൽ പല കമന്റുകൾ ഉണ്ടാവും. എനിക്ക് സമയം കിട്ടുന്നതനുസരിച്ചിട്ട് എന്ത് ചെയ്യാം, ഞാൻ ഇങ്ങനെ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇവിടെ വന്ന് കാണുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ കഴിവിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം. ഈ ഫിഷിനെ എവിടുന്ന് കിട്ടും, എല്ലായിടത്തും കിട്ടും എന്ന് നമ്മൾ പറഞ്ഞു. എങ്ങനെയാണ് കോയ് ഫിഷിന്റെ ഫിൽട്രേഷൻ സെറ്റ് ചെയ്യേണ്ടത് എന്നുള്ള രീതിയാണ് ഇന്ന് നമ്മുടെ ഇതിലൂടെ പറയുന്നത്. ഓക്കെ, ഒരുപാട് മാറ്റങ്ങൾ വന്നു അല്ലേ. പോണ്ട് അന്നൊക്കെ ഇവിടെയൊക്കെ പോണ്ട് ഇപ്പൊ നമുക്ക് ലൈസൻസ് ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലും കൂടിയാണ് നമ്മള്. അപ്പൊ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് അപ്രൂവ്ഡും കൂടിയാണ്. അപ്പൊ അതിന് കുറെ റൂൾസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ അതിനനുസരിച്ചാണ് ഇതേപോലുള്ള ചെയ്തിട്ടുള്ളത്. പല സൈസിലുള്ളത്, പല സൈസുകളിലുള്ളത് ഒക്കെ ആയിട്ട് ഇങ്ങനെ മാറ്റി ഇട്ട് വെച്ചതാണ്. കാരണം നല്ല പ്രീമിയം ക്വാളിറ്റി മാത്രമാണ് ഇപ്പൊ നമ്മൾ കൊടുക്കുന്നത്. കാരണം എല്ലായിടത്തും ഫിഷ് ഉണ്ടല്ലോ. അപ്പൊ ഇതാണ് ഇതിന്റെ ഈ വെള്ളത്തിന്റെ ക്ലിയർ, അതാണ് മെയിൻ ഇവിടെ ഹൈലൈറ്റ് അല്ലേ. അതിന്റെ ഫിൽട്ടർ സിസ്റ്റം മുകളിൽ ചെയ്തിട്ടല്ലേ. ഇതേ സിസ്റ്റം തന്നെ എവിടെയും ചെയ്തിട്ടുള്ളത്, എല്ലായിടത്തും ഇതേ സിസ്റ്റം തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് ആദ്യം ഇവിടുത്തുള്ള കുറച്ച് ഫിഷ് നോക്കില്ല ആദ്യം. ഓക്കെ, എന്നിട്ട് നമുക്ക് ഫിൽട്രേഷൻ സിസ്റ്റം നോക്കാം. നമ്മള് ഏതാണ് ആയി നോക്കാൻ പോകുന്നത്? ഇതിൽ നോക്കാൻ പോകുന്നതേ, ഇപ്പൊ നമ്മൾ ട്രൈ കളർ എന്ന് പറയുന്ന ഇതുണ്ട്. ചില ആളുകള് പിന്നെ ട്രൈ കളർ എന്ന്, ഇപ്പൊ നമ്മളെ പ്രേക്ഷകർക്കൊക്കെ ഫിഷിനെ പറ്റി അറിയാം. എന്നിരുന്നാലും നമ്മൾ ട്രൈ കളർ എന്ന് പറയുന്ന ഐറ്റംസ്, അതായത് 3 കളറാണ് ഇത് വരുന്നത്. പിന്നെ റെഡ്, വൈറ്റ്, ബ്ലാക്ക്. പക്ഷെ ഈ ട്രൈ കളറിൽ തന്നെ 2 ഇനാണ്. ഒന്ന് സാങ്കെ, ഒന്ന് ഷോവ എന്ന് പറയുന്നത്. അതിൽ ഷോവ എന്ന് പറയുന്ന ഇനത്തിൽ പെടുന്നതാണ് നമ്മളിപ്പോ കാണിക്കുന്നത്. ഇതിന്റെ ഷോവ എന്ന് പറയുന്ന ഇനത്തിൽ പെടുന്ന സാധനം എന്ന് പറഞ്ഞാൽ അതിന്റെ വ്യത്യാസം എന്ന് വെച്ചാല്, ഇപ്പോ ഇത് കണ്ടോ, ഇതിന്റെ റെഡ് കുറച്ച് ബ്ലാക്ക് കുറച്ച് ഡാർക്ക് ആയിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ അത് മാത്രമല്ല, ഇതിന്റെ പാറ്റേൺ കണ്ടില്ലേ, ഓരോ സൈഡിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളതാണ്. കണ്ടോ, പാറ്റേൺ ഉള്ളതായിരിക്കും. ഈ ട്രൈ കളറിൽ വേറെ വരുന്നതുണ്ട്, സാങ്ക്യ എന്ന് പറയുന്നതുണ്ട്.
അതിന് പല സൈസിലുള്ള ഇതാണ് ഇപ്പോ അല്ലേ? അതെ 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 അതെ. ഈ അതായത് ഇതില് പിന്നെ ഷോവ എന്ന് പറയുന്ന ഇനത്തിൽ പെടുന്ന കുറച്ച് ഐറ്റംസ് ആണ് ഇപ്പൊ നമ്മൾ പിടിച്ചത്, വലുതും അതിന്റെ ചെറുതൊക്കെ ആയിട്ട്. അപ്പൊ ഇതൊക്കെ നല്ല നല്ല എ ഗ്രേഡ് സാധനങ്ങൾ പെടുന്നതാണ് ഇതൊക്കെ വലുതാകുമ്പോ ഇതിന്റെ ഈ വൈറ്റ് ഉണ്ടല്ലോ, ഈ വൈറ്റ് ഇതേപോലെ ഇതിന്റെ ഈ വൈറ്റിന് പോലെ കുറച്ച് വലുതായിരിക്കും. ബ്ലാക്ക് എല്ലതും അതിന്റെ ശരീരത്തെ ഘടന അനുസരിച്ച് വലുതായിക്കൊണ്ടിരിക്കും. അപ്പൊ നല്ല പാറ്റേൺ ആയിരിക്കും ഇത് ഉണ്ടാവുക. നമ്മൾ ഇതിന് പിന്നെ നമ്മളെ ശോഭന ഒഴിവാക്കിയിട്ടില്ല. നമ്മളെ ആളുകൾക്ക് ഇതിനെ ഡിഫറെന്റ് ആയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിൽ തന്നെ സാങ്കന ഇട്ടത്. ഈ ഐറ്റം ഇതും ട്രൈ കളർ തന്നെയാണ്. കാരണം ഇതും എന്താണ് റെഡ് വൈറ്റ് ബ്ലാക്ക് ആണല്ലോ, ഇതും അതേപോലെ തന്നെ റെഡ് വൈറ്റ് ബ്ലാക്ക് ആണ്. അപ്പൊ ഇതിനുള്ളൊരു മാറ്റം കണ്ടോ നിങ്ങള്? ഇത് സാങ്ക്യ എന്ന് പറയുന്ന ഇനത്ത് പെടുന്നതാണ്. ഈ രണ്ടെണ്ണം സാങ്ക്യ എന്ന് പറയുന്ന ഇനത്ത് പെടുന്നതാണ്. എന്നാൽ ഷോവ ഇങ്ങനെയാണ് വരുന്നത്. അപ്പൊ കണ്ടോ? അപ്പൊ ഇതിന്റെ ഒരു മാറ്റം കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ രണ്ടും ഒരുമിച്ച് കാണിക്കുന്നത്. ഓക്കെ, ഈ ഇനം വരുന്നത് ഗൊരോമോ എന്ന് പറയാം. ഗൊരോമോ അല്ലെങ്കിൽ കൊരോമോ എന്ന് പറയും. അതിൽ പെടുന്ന ഐറ്റംസ് ആണ് ഇതുള്ളത്. ഈ കൊരോമോയിൽ 3 വിഭാഗങ്ങളാണുള്ളത്. ഒന്ന് ഐ കൊരോമോ, AI കൊരോമോ, പിന്നെ ബുഡോ കൊരോമോ, അതേപോലെ സുമി കൊരോമോ എന്നുള്ളത്. അപ്പൊ ഇതാണ് ഐ കൊറോമോ എന്ന് പറയുന്നത്. കുറച്ച് റെഡ് ആയിരിക്കും. അപ്പൊ ഈ റെഡ് ഇത് കണ്ട ചിലപ്പം കൊഹാക്കു എന്ന് കരുതും ആളുകള്. അല്ല, പക്ഷെ റെഡ് കൊഹാക്കു അതേപോലെ അസാഗി ഇതിൽ രണ്ടിൽ നിന്നുമാണ് ഇതിനെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ജപ്പാനില്. അങ്ങനെയാണ് ഈ ഗൊരോമോ ഉണ്ടാക്കുന്നത്. കണ്ടല്ലോ. പിന്നെ ബൂഡോ ഗൊരോമോ നമ്മൾ എടുത്തില്ല. അതിങ്ങനെ ഒരു ബ്ലാക്ക് റെഡും കൂടെ കൂടിയിട്ട് റൗണ്ടിൽ ഇങ്ങനെ എന്താണ് പാറ്റേൺ ഉള്ള ഐറ്റംസുകളാണുള്ളത്. അതെ 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 അതെ. ഇതാണ് നമ്മളെ സുമി ഗൊരോമോ എന്ന് പറയുന്ന ഇനത്തിൽ പെടുന്നത്. അതെ അതെ അതെ, ഗൊരോമോ എന്നാണ് ഗൊരോമോ എന്നാണ് ഇതിന് പറയുന്നത്. ഇതൊക്കെ നമ്മള് കുജാക്കോ വെറൈറ്റിയിൽ വരുന്നതാണ്. കുജാക്കോ ഒരു ഫാമിലിയാണ്. അതിൽ കുറെ വെറൈറ്റിയിലുണ്ട്. അതിൽ പെടുന്ന കുറച്ച് ഐറ്റംസുകളാണ് ഇതുള്ളത്. അത് ഓരോ ഡിഫറെന്റ് ആയിട്ട് പറയുന്ന, ഓരോ വ്യത്യസ്തമായിട്ട് പറയുന്നില്ല. കുജാക്കോ നമ്മൾ സാധാരണ രീതിയിൽ കുജാക്കോ എന്നുള്ള രീതിയിലാണ്. നല്ല ഷൈനിങ് ഉള്ള കുറച്ച് ഐറ്റംസുകളാണ്. അതെ അതെ അതെ, കാണുന്നുണ്ടല്ലോ. വൈറ്റും ബ്ലാക്കും റെഡും ഒക്കെ ആയിട്ട് വരുന്ന പല കളറിലായിട്ടുള്ളുണ്ട്. ഓറഞ്ച് ഉണ്ട്, അങ്ങനെയൊക്കെ ഓറഞ്ച് ടൈപ്പ് വേറെ ഉണ്ട്. അതെ 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 അതെ. ഒക്കെ ബ്രീഡിങ്ങിനാവും. ഇതായിരിക്കും പല ആളുകളും അത്രയ്ക്കും കാണാത്ത, വളരെ റെയർ ആയിട്ടുണ്ടാകുന്ന, നമ്മുടെ കേരളത്തിലൊക്കെ വളരെ റെയർ ആയിട്ടുണ്ടാകുന്ന സാധനങ്ങളാണ്. ഇത് ഡോയിഡ്സു മത്സുബ എന്ന് പറയുന്നതാണ്. അതിൽ തന്നെ ഡോയിഡ്സു കി മത്സുബ, ഹായ് മത്സുബ എന്ന് പറഞ്ഞിട്ട് കുറെ പേരുണ്ട്. കൺഫ്യൂഷൻ ആവണ്ട എന്നുള്ള രീതിയിൽ നമ്മൾ ഡോയിഡ്സു മത്സുബ എന്നുള്ള രീതിയിലാണ്. ഇതിൽ യെല്ലോ വരുന്നുണ്ട്. ഡോയിഡ്സു എന്ന് പറയുന്നത് തന്നെ ഇതില് പിന്നെ ഇതില്ലാത്തതാണ്. അതിന്റെ എന്താണ് പിന്നെ ചിതമ്പൽ ഇല്ലാത്ത ഐറ്റംസുകളാണ് അല്ലേ, കാണില്ല ഇതില്. അപ്പോ ഓരോ വെറൈറ്റിയിൽ ഇപ്പൊ ഇത് യെല്ലോ ആണ്, ഇതൊരു ഓറഞ്ച് ആണ്. കണ്ടില്ലേ? സിംഗിൾ കളർ ആയിട്ട് വരുന്ന ഓരോ ഇനങ്ങളാണ് ഇതുള്ളത്. കണ്ടല്ലേ ഇതിന്റെ ആ ഭംഗി തന്നെ കണ്ടാല്. ഇത് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട, നമ്മളെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ഫിഷാണ്. കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു ഫിഷാണ് കൊഹാക്കു എന്ന് പറയുന്നത്. ഈ ഒരു വെറൈറ്റി എന്ന് പറയുന്നത് റെഡും വൈറ്റും. അതുപോലെ ഇത് സാങ്കെ, നേരത്തെ നമ്മൾ പറഞ്ഞു. എന്നിരുന്നാലും നമ്മൾ ഈ ഒരു എല്ലാവർക്കും അറിയുന്ന തരത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എടുത്തുന്നേ ഉള്ളൂ. ഇത് പിന്നെ ഇതും കൊഹാക്കു തന്നെയാണ്. ഇത് ടാൻജോ എന്ന് പറയുന്ന തല. ഇത് ടാൻജോ അല്ല, കാരണം ഇത് അതിന്റെ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ റെഡ് ഉണ്ട്. ഞാൻ ടാൻജോ നമ്മളെടുത്തില്ല, അപ്പൊ അതുകൊണ്ടൊന്ന് കാണിച്ചേ ഉള്ളൂ. ഇത് കൊഹാക്കു എന്ന് പറയുന്നത് ഇതിന് ഇത് കണ്ടല്ലോ, ഇതിന്റെ പാറ്റേൺ ഇത് വൈറ്റ് ഇവിടെയുണ്ട്, ഒരു 3-4 സ്പോട്ട് ഉള്ളത്. ഇത് നല്ല ഡിമാൻഡുള്ള സാധനമാണ്. ഇതിന്റെ ഡിമാൻഡ്. ഇത് വലുതാവുമ്പോ ഇവിടെ വൈറ്റ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. അങ്ങനെയാണ് അതിന്റെ പാറ്റേൺ നല്ല ഉഷാറായിട്ട് വരുന്നത്. അതെ അതെ അതെ. നമ്മൾ നേരത്തെ പറഞ്ഞു പിന്നെ മത്സുബ, ഇതില് പല ഇനങ്ങളുണ്ട്. ഇതില് കുജാക്കോയിലുണ്ട്, ഓറഞ്ച്, ഇതൊക്കെ പറഞ്ഞല്ലോ. അതില് കാണുന്ന ഒരു വെറൈറ്റിയിൽ പെടുന്ന സാധനങ്ങളാണ് ഇതൊക്കെ. കണ്ടല്ലോ ഇത്. അതേപോലെ യെല്ലോ ഒരു ഷെയ്ഡ് വരുന്നത്. ഇതും അതേപോലെ തന്നെയാണ്. കണ്ടല്ലോ, ഇതും മത്സുബ ഇനത്തിൽപ്പെടുന്നതാണ്. കണ്ടല്ലോ, കുജാക്കോ വെറൈറ്റിയിൽ വരുന്ന നല്ല എ ഗ്രേഡ് സാധനങ്ങളാണ് ഇതൊക്കെ കണ്ടല്ലോ. ഈ സാധനം പല വെറൈറ്റികൾ. നമ്മളിനി അടുത്ത വെറൈറ്റി കാണുന്നത് ഇവിടെ അധികം ആളുകളും കണ്ടിട്ടുണ്ടാവില്ല.
നമ്മുടെ കേരളത്തിൽ വളരെ റെയർ ആയിട്ട് വളരെ റെയർ ആയിട്ടുള്ള സംഭവമാണത്. ഈ ഒരു വെറൈറ്റി. ഇതിന്റെ പേര് നമ്മൾ പറയുന്നില്ല. ഇതിന്റെ പേര് അറിയാവുന്നവര് എന്ത് ചെയ്യാ, ഇതിന്റെ കമന്റ് കൊടുക്കുക. നമ്മൾ ആരുതാണ് ശരി ഉത്തരം എന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ അതിന്റെ അടിയിൽ പോയിട്ട് നേരിട്ട് കമന്റ് ചെയ്യും. അതിന് ഒരു കൺഗ്രാജുലേഷൻ കൊടുക്കും കേട്ടോ. ഇതിന്റെ പേരെന്താണ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. ഇതിന്റെ അടിയിൽ കാണുന്നുണ്ടല്ലോ, ഇവിടെ വളരെ ദുർലഭമായിട്ട് റെയർ ആയിട്ട് കാണുന്ന പീസാണത്. ഈ ഐറ്റംസ് ഇതിന് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരെ നമ്മൾ കോണ്ടാക്ട് ചെയ്താൽ മതി. കുറച്ച് എക്സ്പെൻസീവ് ആണെന്നേ ഉള്ളൂ. അതെ 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 കേട്ടോ. ഇത് നമ്മുടെ ഉഡ്സൂരി ഫാമിലിയാണ്. ഉഡ്സൂരി ഫാമിലിയിൽ 3 ഇനങ്ങളാണ് വരുന്നത്. ഒന്ന് വരുന്നത് പിന്നെ ഷിരോ ഉഡ്സൂരി എന്ന് പറയുന്നത്, ബ്ലാക്ക് ആൻഡ് വൈറ്റ്. പിന്നെ ഹായ് ഉഡ്സൂരി എന്ന് പറയുന്നത്, ഹി ഉഡ്സൂരി എന്ന് പറയും. പല ആളുകളും പലതും പറയും. HI എന്നാണ്, HI ഉഡ്സൂരി എന്നാണ്. അത് റെഡ് ബ്ലാക്ക് ഇത് വരുന്നതാണത്. പിന്നെ കീ ഉഡ്സൂരി, കീ ഉഡ്സൂരി എന്ന് പറയും. അതാണ് യെല്ലോ വൈറ്റ് അല്ല യെല്ലോ ബ്ലാക്ക് വരുന്നത്. കണ്ടോ ഇതിന്റെ പാറ്റേൺ കണ്ടില്ലേ, ഇത് വരുന്നത് കണ്ടല്ലോ. കീ ഉഡ്സൂരി. പിന്നെ ഇതിലിപ്പോ ഇത് ഹൈ ഉഡ്സൂരിയില് റെഡ് ഇതില് ജിൻഡ്രിൻ എന്ന് പറയുന്ന ഒരു ഇതും കൂടി വരുന്നുണ്ട്. അത് എല്ലാത്തിലും ഗ്ലേസിങ്, അത് എല്ലാത്തിലും ഗ്ലേസിങ് ഉണ്ടെങ്കിൽ അതിന് ജിൻഡ്രിന് കൂട്ടി കൊടുത്താൽ മതി. ജിൻഡ്രിൻ വെറൈറ്റിയിൽ വരുന്ന സാധനങ്ങളാണ്. ഇതുണ്ടല്ലോ ജിൻഡ്രിന് കാണുന്നുണ്ടല്ലോ ഇതില്. ഇതാണുള്ളത്. അതെ അതെ അതെ. പിന്നെ ആളുകൾ തെറ്റിദ്ധരിക്കുന്ന ഒരു വിഷയം കൂടെ ഞാൻ പറഞ്ഞു തരാം. അപ്പൊ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറഞ്ഞല്ലോ, ഷിരോ ഉഡ്സൂരിയിൽ ഇതും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. അപ്പൊ ചില ആളുകൾ ചോദിക്കും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഉണ്ടോന്ന്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് 2 തരത്തിലുണ്ട്. ഈ 2 തരത്തിൽ ഒന്ന് ഷിരോ ഉഡ്സൂരി എന്ന് പറയുന്നതും ഇത് ബെക്കോ എന്ന് പറയുന്ന ഇനത്തിൽപ്പെടുന്നതാണ്. ബെക്കോ എന്ന് പറയുന്ന ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും എന്ന് കരുതുന്നു. ഇതിന്റെ പാറ്റേണിന്റെ സ്വഭാവമാണ്, അത് വ്യത്യാസമുണ്ട്, കാണുന്നുണ്ടല്ലോ. ഇത് ബെക്കോ എന്ന് പറയുന്ന ഇനത്തിൽപ്പെടുന്നതാണ്. ഇത് ഷിരോ ഉഡ്സൂരി എന്ന് പറയുന്ന ഇനത്തിൽപ്പെടുന്നതാണ്. ഇത് നമ്മുടെ ശുഷൂയി ഇനത്തിൽപ്പെടുന്ന സാധനങ്ങളാ. ശുഷൂയി എന്ന് പറയുന്ന ഇനത്തിൽപ്പെടുന്ന സാധനങ്ങളാണ്. അപ്പൊ ഇതിനെ നമ്മള് പിന്നെ എങ്ങനെ കാണിക്കാനുള്ള ഒരു കാരണം കൂടെ, ഇതിൽ നമുക്ക് ചില ആളുകൾ ചോദിക്കും ഇതിന് ആണിനെ എങ്ങനെ തിരിച്ചറിയാം, പെണ്ണിനെ എങ്ങനെ തിരിച്ചറിയാന്നുള്ളത്. അപ്പൊ പ്രൊഫഷണൽ ബ്രീഡർമാരൊന്നും ആവുന്ന ആളുകൾക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇത് തുടക്കക്കാരായിട്ടുള്ള ആളുകൾ ഈ കാര്യം കൂടുതൽ ഇത് വളർത്തുന്നത്. അപ്പൊ എങ്ങനെയാന്നുള്ളത് നമ്മുടെ പോണ്ടിലെ ഫിഷിനെ എങ്ങനെയാണ് ആൺ പെണ്ണ് എങ്ങനെ വ്യത്യാസം തിരിച്ചറിയാന്നുള്ളത് ഒറ്റ നോട്ടത്തിലുള്ള ഒരു കാഴ്ച ഇതും കൂടെ നമുക്ക് ഇതിൽ കാണിച്ചു കൊടുക്കാൻ പറ്റും. ഇപ്പൊ ഇത് പെണ്ണാണ്, വയറ് വീർത്തത് എല്ലാവർക്കും അറിയുന്ന ഒരു ഇത് തന്നെയാണ്. എന്നിരുന്നാലും നമ്മൾ പറയാണ് പിന്നെ ഇത് പെണ്ണാണുള്ളത്. ഇനി ആൺ മത്സ്യത്തെ എങ്ങനെ തിരിച്ചറിയാം? ഇതിന്റെ വയറ് എന്തായിരിക്കും, വീർക്കാതെ ഇതിന് സ്ട്രൈറ്റ് ആയിരിക്കും എന്നുള്ളത് എല്ലാവർക്കും അറിയാം. മതിയല്ല. ചെറിയ ഐറ്റംസുകൾ ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതൊക്കെ വലുതൊക്കെയാണല്ലോ കാണിച്ചു തന്നത്. അതിന്റെ കുറച്ച് ചെറിയ ഐറ്റംസുകൾ നമ്മൾ കാണിച്ചതോളൂ. ഇതൊക്കെ ഒരു 4 ഇഞ്ച് 5 ഇഞ്ചൊക്കെ വലിപ്പമുള്ളതാണത്. ഇതിപ്പോ നേരത്തെ പറഞ്ഞ നമ്മളെ ഉഡ്സൂരിയിൽ ജിൻഡ്രിൻ വെറൈറ്റിയിൽ വരുന്ന സാധനങ്ങളാണ്. അതേപോലെ ശോഭ കണ്ടോ, നല്ല ഗ്രേഡ് ശോഭയാണത്. അതേപോലെ പിന്നെ ഷിരോ ഉഡ്സൂരി എന്ന് പറയുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് വരുന്ന സാധനങ്ങള്. ബ്ലാക്ക് ആൻഡ് വൈറ്റ്. പിന്നെ അത് നമ്മുടെ കൊഹാക്കൂല് വരുന്നത്, പിന്നെ ശോഭയിൽ വരുന്നത്, പിന്നെ സാങ്കെ എന്ന് പറയുന്ന ഇനത്തിൽ പെടുന്നത് സാങ്കെ. അങ്ങനെയുള്ള കുറച്ച് വെറൈറ്റീസ് ആണ്. ചെറിയ സൈസുകളാണ്. ഇതെന്തായാലും 1 അടിന് മുകളില്. ഇത് കൊഹാക്കു എന്ന് പറയുന്ന ഇനത്തിൽ പെടുന്നത്, കൊഹാക്കൂല് വരുന്ന ഇനത്തിൽ പെടുന്നത്. നമ്മൾ സെയിൽ ചെയ്യാനുള്ള അല്ല കേട്ടോ, നമ്മളെ ബ്രൂഡാണ് കേട്ടോ. മെയിലാണ്. അതെ, ബ്രീഡ് ചെയ്യിക്കാനുള്ള. വെള്ളം വേണോ, ഊടണോ? ഇത് നേരത്തെ നമ്മള് കുജാക്കോ വെറൈറ്റിയിൽ പറഞ്ഞിരുന്നല്ലോ. അപ്പൊ നേരത്തെ നമ്മൾ പിടിച്ചപ്പോ കിട്ടാത്ത 2 സാധനങ്ങളാണ് ഇതിന്റെ. കണ്ടോ, ഇതിന് നേരത്തെ കിട്ടിയിരുന്നില്ല അതിന്റെ. കണ്ടോ, അതെ. എന്തല്ല ഇതിന്റെ ഒക്കെ ഓരോ ഗ്ലേസിങ്, ദൈവത്തിന്റെ ഓരോരോ വികൃതികൾ അല്ലേ.
വേറെ കളറല്ലേ? അതെ അതെ അതെ, വെവ്വേറെ കളറായിട്ട് ഐറ്റംസുകളാണ്. അതെ അതെ. ഇതിപ്പോ ഇതില് നമ്മൾ പല തരം മിക്സഡ് ആയിട്ട് ഇട്ടതാണ്. കാരണം നമുക്ക് പോണ്ടുകൾ പിന്നെ കൂടുതൽ ഉണ്ടെന്നുണ്ടെങ്കിലും എന്നിരുന്നാലും മിക്സഡ് ആയിട്ട് കാണുമ്പോഴാണല്ലോ അതിന്റെ ഒരു അട്രാക്ഷൻ ഉണ്ടാവുക ആളുകൾക്ക്. ഇപ്പൊ എല്ലാവരും കാത്തിരിക്കുന്നത് തീറ്റയാണ്. ഇനി അത് മാത്രമല്ല, നമ്മുടെ പ്രേക്ഷകരും കാത്തിരിക്കുന്നത് തന്നെയാണ്. എന്താ, എങ്ങനെ ഇത് കയ്യിൽ വന്ന് തിന്നുക എന്നുള്ളതാണ്. കണ്ടല്ലോ അല്ലെ? ഇത് വലിയ ട്രെയിനിങ് കൊടുക്കുകയാണോ, അതിന് നല്ല ഫീസൊക്കെ അടച്ചിക്കാണ്ട് ട്രെയിനിങ്ങിനൊക്കെ ഇരുന്ന് അങ്ങനെയാണോ എന്നുള്ളത്. കയ്യിൽ വന്ന് ഇങ്ങനെ കയറി തിന്നുന്നത് എങ്ങനെയാണ്, അതിന്റെ പിന്നെ കയ്യിൽ ഇത് ട്രെയിനിങ് കൊടുക്കുന്നതാണോ എന്നുള്ളതൊക്കെ. പൊതുവെ ഈ പിന്നെ ഫിഷുകള് ഇതിപ്പോ ഒരു വിനോദസഞ്ചാര കേന്ദ്രം എന്നുള്ള രീതിയിൽ, കാരണം എല്ലാവരും വന്ന് കാണാനും വരുമ്പോഴൊക്കെ ഇട്ട് കൊടുക്കും. അപ്പൊ നമ്മൾ ആൾപ്പെരുമാരുണ്ടാകുമ്പോൾ അവരെല്ലാവരും നമ്മൾ അടുത്തേക്ക് വരും. മനസ്സിലാകുന്നുണ്ടല്ലോ? അങ്ങനെയാണ് ഇതിൽ പൊതുവെ ഉണ്ടാവാറ്. പിന്നെ ട്രെയിനിങ് കൊടുക്കുക എന്നൊരു സംഭവം തെറ്റാണ്. എൻ്റെ ഒരു അഭിപ്രായം പറയാം. പല ആളുകൾക്കും ഇനി ഇത് കാണുന്ന ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യും. ഇത് ട്രെയിനിങ് കൊടുത്തിട്ടല്ല ഇത് പിന്നെ കയ്യിൽ വന്ന് തീറ്റ എടുക്കുന്നത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് നമ്മുടെ ഒരു പുതിയൊരു പോണ്ടിലേക്ക് കൊണ്ടുവന്നിട്ടാന്നുണ്ടെങ്കിൽ ഒന്ന് പരിചയപ്പെടാൻ എന്നുള്ള രീതിയിൽ 1-2 ദിവസം എടുക്കുന്നത് പൊതുവേ ഉണ്ടാവാറുണ്ട്. അതല്ലാത്ത രീതിയിൽ ഒരു ട്രെയിനിങ്ങും അല്ല ഇതിൻ്റെത്. ഇത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിൽ വെള്ളം ചാടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇത് നടന്ന് പോണ്ടിലേക്ക് വരുമ്പോൾ, പിന്നെ ഒന്ന് അനക്കമില്ലാത്ത പോണ്ടാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ നടന്നു വരുമ്പോൾ ഈ ഭൂമിയിലേക്ക് നമ്മളെ ചവിട്ടടി തട്ടിയിട്ട് ഇതിന്റെ സൗണ്ട് അവർക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ ഇവര് പേടിച്ചു പോവുക ചെയ്യുന്നത്. നേരെ മറിച്ച് നമ്മുടെ പോണ്ടുകളിൽ നല്ല ഒഴുക്കുള്ള വെള്ളച്ചാട്ടം എന്ന് പറയുന്നത് ഫിൽറ്ററിൽ നിന്ന് വരുന്ന ആ വെള്ളം ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് പുറത്ത് നിന്നുള്ള ശബ്ദം കേൾക്കാൻ പറ്റില്ല. അപ്പൊ അവര് പൂർവ്വസ്ഥിതിയിൽ നിലനിൽക്കുന്നു. നമ്മൾ വരുമ്പോൾ അത് അടുത്തേക്ക് വരുന്നു. അതാണ് അതിന്റെ ഒരു ബേസിക്. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇതിന് ഓഫ് ചെയ്തിട്ട് നമുക്ക് കാണിച്ചു തരാം. എല്ലാ ഫിഷും അടിയിലേക്ക് പോവും. എല്ലാ ഫിഷും അടിയിലേക്ക് പോവും. അതാണ് ഇതിന്റെ ഒരു ടെക്നിക്ക് ഉള്ളത്. അതില് കുറച്ച് അധികം ഉണ്ട്. ഒക്കെ സെലക്റ്റഡ് ആയിട്ട് നല്ലൊരു പിന്നെ പ്രീമിയം ക്വാളിറ്റി എന്നുള്ള രീതിയിൽ സെലക്ഷൻ ചെയ്ത് വെച്ചതാണ് നമ്മളത്. ഉണ്ടല്ലോ. അതെ, റൗണ്ട് ചെയ്യുന്ന ഒരു സിസ്റ്റം. അതെ 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 അതെ. ഇതിലും കുറെ നല്ല വെറൈറ്റികളൊക്കെ ഉണ്ട്. അധികം വെറൈറ്റികളൊക്കെ ഉണ്ട്. അതെ അതെ. ഇതിലൊക്കെ നമ്മൾ ചെറുത് 4 to 5 ഇഞ്ച് സൈസ് ആണ് ഇട്ടിട്ടുള്ളത്. പക്ഷെ ഇതിലൊരു 25 നമ്മുടെ ട്രിവാൻഡ്രത്തേക്ക് സെലക്ഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പുള്ളിക്കാരൻ മുൻകൂട്ടി ഇവിടെ അല്ല, USA പുള്ളിക്കാരൻ അവിടെ നിന്ന് സെലക്ഷൻ ചെയ്ത് വെച്ചതാണ്. അപ്പൊ അടുത്ത ആഴ്ച നാട്ടിലേക്ക് വരുന്നത്. അപ്പോൾ എന്ത് ചെയ്തു, അങ്ങനെയൊക്കെ ഇതിനെ പ്രേമിക്കുന്ന ആളുകൾക്ക് നമ്മൾ നല്ല കണ്ടറിയും. കാരണം ഇതൊക്കെ പറഞ്ഞാൽ ഇന്ത്യ അടുത്ത് വേറെ ഇല്ലാത്ത ബ്രീഡ് സാധനമാണ്. ഷോവയിൽ പെടുന്നതാണ്. പക്ഷെ പാറ്റേൺ ഇതിന്റെ ടോപ്പ് പാറ്റേൺ ആണ്. അപ്പൊ നമ്മളത് അങ്ങനത്തെ ആളുകൾക്ക് അങ്ങനെ തന്നെ നമ്മൾ കൊടുക്കുമല്ലോ. അതെ അതെ അതെ. അങ്ങനത്തെ കുറച്ച് ഐറ്റംസുകൾ ഉണ്ട്. എത്ര കൊടുത്താലും കഴിക്കൂലേ? അതെ അതെ, എത്ര കൊടുത്താലും കഴിക്കും. കയ്യിൽ കയറി നിന്നിട്ടാ കഴിക്കും. അതെ 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 അതെ. ഇത് ഹരിവാക്കി എന്ന് പറയുന്ന ഒരു ഇനത്തിൽ പെടുന്നതാണ് ഇത്. ഹരിവാക്കി. യെല്ലോ വൈറ്റ് എന്ന് പറയുന്നത്. കണ്ടല്ലോ, യെല്ലോ വൈറ്റ്. അപ്പോൾ നമ്മൾ കുറച്ച് കൊയ്ക്കാർപ്പിള കണ്ടു കഴിഞ്ഞു. ഇനിയാണ് നമ്മൾ വീഡിയോയുടെ മെയിൻ കാര്യങ്ങളിലേക്ക് കടക്കാൻ പോകുന്നത്. ഉബൈദ് നമ്മളെ ഇവിടുത്തെ ഫിഷ് എങ്ങനെയാണ് ഫിഷിനെ കെയർ ചെയ്യുക, എങ്ങനെയാണ് അത് ഫിൽട്രേഷൻ സിസ്റ്റം, എങ്ങനെ ചിലവ് കുറഞ്ഞ രീതിയിൽ A to Z കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഒരു പുതുതായിട്ട് വീട് ഉണ്ടാക്കിയവർക്ക് അതിൽ അകത്ത് ഒരു പോണ്ട് ചെയ്യണം അങ്ങനെ ആഗ്രഹിക്കുന്നവരുണ്ട്. അകത്ത് പോണ്ട് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ടാവും. അവർക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിരിക്കും. എങ്ങനെ പോണ്ടിലുള്ള ഫിഷിനെ കെയർ ചെയ്യുക, അതെങ്ങനെ ഫിൽട്രേഷൻ സിസ്റ്റം ചെയ്യുക. അതിൻ്റെ ഏറ്റവും ബുദ്ധിമുട്ടെന്ന് പറയുന്നത് വെള്ളം ക്ലീനിങ് ആണ്. പിന്നെ ഫിഷ് ചാവുന്നത്, അതൊക്കെ ഒരുപാട് പേർക്ക് സംശയങ്ങളാണ്. അപ്പൊ അതിനൊക്കെ ഒന്ന് നിവാരണം ചെയ്യുകയാണ് ഉബൈദ്. അപ്പൊ അതെങ്ങനെയാണ് ചെയ്യുന്നത് വ്യക്തമായിട്ട് വളരെ സിമ്പിൾ ആയിട്ട് അത് പറഞ്ഞു തരുന്നുണ്ട്. കുറച്ച് ലെങ്ത് കൂടിയായിരിക്കും. അപ്പൊ മൊത്തമായിട്ട് കണ്ടാലേ നമുക്ക് അതിന്റെ കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. അപ്പൊ ഒന്ന് നോക്കി നോക്കാം. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ ഓക്കെ, ഇപ്പൊ നമ്മുടെ ഫിഷിനൊക്കെ നല്ല പ്രീമിയം ക്വാളിറ്റിയുള്ള ഫിഷിനൊക്കെ കാണിച്ചു തന്നു അല്ലെ. ഇനി നമുക്ക് ഫിഷിനെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എവിടുന്നും ഫിഷിനെ കിട്ടും. പണ്ടത്തെ പോലെയല്ല, 4-5 വർഷം മുന്നേ നിങ്ങൾ വന്ന അന്നത്തെ പോലെ അല്ലല്ലോ. കേരളത്തിൽ എത്ര ഫാമില് നിങ്ങളിപ്പം കയറി ഇറങ്ങിയിട്ടുണ്ടാവും. ഇപ്പൊ നേരത്തെ എന്നോട് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, ഗിരീഷേട്ടനെ കുറിച്ചിട്ട് തന്നെ ഒരു ഇന്റർവ്യൂ ചെയ്യാൻ ഏതെങ്കിലും ഒരു ചാനല് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിന് ഇതുള്ളത് ഗിരീഷേട്ടൻ തന്നെയാണ്. കാരണം എല്ലാ മൂലയിലുള്ള എല്ലാ ഫാമിലും പോയിട്ടുണ്ട് അല്ലെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇനി നമുക്ക് ആരും പറയാത്തൊരു സംഭവങ്ങൾ നമ്മൾ ഇത് എങ്ങനെ വളർത്തുക എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമുക്ക് വേണ്ടത് അല്ലെ. ഫിഷിനെ എവിടെ നിന്നും കിട്ടും,
ഞാൻ പറയാറുണ്ട് ഷോപ്പിൽ നിന്ന് വരെ നല്ല ക്വാളിറ്റി ഉള്ള ഫിഷിനെ കിട്ടുകയാണെങ്കിൽ വാങ്ങണം എന്നുള്ളത്. പക്ഷെ ഇതിന് വളർത്തുന്നത് എങ്ങനെയാന്നുള്ളത് ആർക്കും അറിയില്ല അല്ലെ. എല്ലാവരും കയ്യിൽ തീറ്റ ഫിഷ് വന്ന് കയ്യിൽ തീറ്റ എടുക്കുന്നത് മാത്രമേ അപ്പൊ എനിക്കും വളർത്തണം എന്ന് കരുതിയിട്ട് കുട്ടികൾ കരയും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ചെറിയൊരു പോണ്ട് ഉണ്ടാക്കിയിട്ട് അതിൽ ഫിഷിനെ കൊണ്ടുവന്നിടും. ഒരാഴ്ച കഴിയുമ്പോൾ ഇത് ചത്തുപോകും. ഇതിനെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് അറിയാത്തത് കൊണ്ടാണ്. അത് മാത്രമല്ല, ഇപ്പം എല്ലായിടത്തും ട്രെൻഡിങ് ആണ് എന്ത്, വീടുണ്ടാക്കുമ്പോൾ ഒരു ഫിഷ് പോണ്ട്, അതും ഇൻഡോർ ആയിട്ട്, എന്നിട്ട് അതിന് മറ്റു റെഡിമെയ്ഡ് ഫിൽട്രേഷന്റെ പിന്നാലെ പോവുകയാണ് ചെയ്യുന്നത്. പക്ഷെ അതിലൊന്നും എന്തില്ല, ഇത് പെർമനന്റ് ആയിട്ട് കോയി ഫിഷിനെ വളർത്തുന്ന ആളുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ടും കാണണം. കാരണം ഇതിന്റെ ഫിൽട്രേഷൻ എങ്ങനെയാണെന്നുള്ളത് നല്ല ലക്ഷക്കണക്കിന് രൂപയ്ക്ക് കൊട്ടേഷനൊക്കെ കൊടുത്ത് വാങ്ങുന്ന അത് നമ്മൾ വളരെ സിമ്പിളായിട്ട് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാണ്. ഓക്കെ, ഇനി നമുക്ക് ആ ഫിൽട്രേഷൻ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. നേരത്തെ നമ്മൾ വീഡിയോ എടുത്ത ആറാടിയ പോണ്ടാണ്. പക്ഷെ എന്നിരുന്നാലും നേരത്തെ നിങ്ങൾ എന്നോട് ചോദിച്ചല്ലോ ഇനി അത് കയ്യിലേക്ക് വരുമോന്ന്. ഇതാ കണ്ടല്ലോ, ഇത് വരുന്നു കണ്ടോ. ഇവർക്കൊരു പേടിയേ ഇല്ല. എപ്പോഴും ഇങ്ങനെ കേടി വരും അത്. ഇതൊരു ബ്ലാക്ക് ചെഗോയി ആട്ടോ. ഇതിനെ നമ്മൾ നേരത്തെ കാണിക്കാൻ വിട്ടുപോയതാണ്. പക്ഷെ വെള്ളത്തിലായപ്പോ കണ്ടില്ല. അത് കറുത്തതും കൂടി ആയപ്പോഴേ, കറുത്ത കളറല്ല കേട്ടോ നമ്മളെ പോണ്ട്, പെയിന്റിംഗ് ഒന്നും അല്ല. സിമെന്റ് ഞാൻ സാധാരണ പറയാറുണ്ട്, നീല പെയിന്റ് അടിക്കുന്ന ആളുകൾക്ക് കുറച്ച് കഴിഞ്ഞാൽ ഒരാഴ്ച കഴിഞ്ഞാൽ ഫിഷിന് ഈ വെള്ളത്തിന്റെ കളർ മങ്ങുക ചെയ്യുന്നത്. കാരണം മുകളിൽ നിന്ന് അടിഭാഗം ഒരു മങ്ങിയ കളറ്. അപ്പൊ നമ്മൾ സാധാരണ നീല ഒന്നും പെയിന്റുകളൊന്നും അടിക്കാതെ തന്നെ സിമെന്റിന്റെ അതേ കളറിൽ അങ്ങ് വിട്ടാല് 1 മാസം 2 മാസം കഴിയുമ്പോൾ അടിയിൽ ഒരു ബ്ലാക്ക് ഷെയ്ഡിലായിട്ട് വരും ഇതിന്റെ പൂപ്പല്. അത് തന്നെ മുകളിൽ നിന്ന് ഫിഷിനെ കാണാൻ നല്ല ഭംഗിയാണ്. ഇതിപ്പോ നമ്മൾ കുറച്ച് ഇറങ്ങി കുറെ ഇതായല്ലോ. അതെ 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 ഇല്ല 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 ഇല്ല. ഓക്കെ ഓക്കെ. അതെ അതെ അതെ. നമ്മള് ഒരു ഫിഷ് പോണ്ട് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏകദേശം അതിന്റെ സമചതുരത്തിലാവാൻ, അല്ല എന്നുണ്ടെങ്കിൽ റൗണ്ട് ഷേപ്പിലാവാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഒരിക്കലും തന്നെ നീളത്തിലുള്ള പോണ്ട് ഉണ്ടാക്കരുത്. ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ 1 മീറ്റർ വീതിയും ഒരു 2 മീറ്റർ അല്ല 1 മീറ്റർ വീതിയും നീളം ഒരു 8 മീറ്റർ അല്ല, അങ്ങനെ ആ രീതിയിൽ ഉണ്ടാക്കൽ വളരെ ബുദ്ധിമുട്ടാണ് അതിന്റെ ഫിൽട്രേഷന്. കാരണം എന്താന്ന് വെച്ചാൽ നമ്മൾ ഒരു സൈഡിൽ നിന്ന് ഇതിന്റെ ഫിൽട്രേഷനിൽ സബ്മേഴ്സിബിൾ പമ്പ് വേസ്റ്റ് വലിച്ചെടുക്കാൻ അങ്ങേ അറ്റത്തിലുള്ള വേസ്റ്റ് എന്ത് ചെയ്യും, അവിടെ നിൽക്കും. ഫിഷ് പോണ്ട് ഉണ്ടാക്കും. അപ്പൊ നമ്മൾ ഫിഷ് പോണ്ട് ഉണ്ടാക്കുമ്പോൾ ഒന്നുകിൽ റൗണ്ട് ആകൃതിയിൽ, അല്ലെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കർവുകളൊക്കെ കൊടുക്കാം. ഏകദേശം ഒരു സമചതുരത്തിലാക്കാൻ വേണ്ടി നോക്കുക. എന്നാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പോണ്ടിലേക്ക് നോക്കിയേ, ഇപ്പോ പോണ്ടിൽ നിന്ന് ഫിൽട്ടർ ചെയ്തിട്ടുള്ള വെള്ളമാണ് ആ തലക്ക് ഫിൽട്ടർ ചെയ്ത് വരുന്നതാണ് ആ പമ്പിൽ നിന്ന് വരുന്നത്, കാണുന്നുണ്ടല്ലോ. അത് വരുമ്പോ ഇതില് ഈ അറ്റത്തുള്ള പ്രതലത്തിൽ തട്ടിയിട്ട് ഇതിലൊരു റൊട്ടേഷൻ ഉണ്ടായി മാറുക ചെയ്യുന്നത്. ഒരു റൊട്ടേഷൻ ഉണ്ടാവുകയാണ്. അപ്പൊ ഈ റൊട്ടേഷൻ ഉണ്ടാകുമ്പോൾ വേസ്റ്റുകളെല്ലാം തന്നെ സെൻട്രലിൽ അടിഞ്ഞുകൂടുകയും സെൻട്രലിൽ നിന്ന് എന്ത് ചെയ്യും, സബ്മേഴ്സിബിൾ പമ്പ് നമ്മുടെ ഫിൽട്ടറിലേക്ക് ഈ വേസ്റ്റുകൾ വലിച്ചെടുക്കും. അപ്പൊ നമ്മളെ പോണ്ടിൽ ഒരിക്കലും തന്നെ എന്തുണ്ടാവില്ല, സോളിഡ് വേസ്റ്റ് നിൽക്കില്ല. ഈ സോളിഡ് വേസ്റ്റ് ഉണ്ടാകുമ്പോഴാണ് ഫിഷിന് അതിൽ നിന്ന് അമോണിയ ഉണ്ടായിട്ടാണ് ഫിഷിന് കംപ്ലൈന്റ് വരുന്നത്. അപ്പൊ ഒരിക്കലും തന്നെ നമ്മൾ മെഡിസിന്റെ പിന്നാലെ പോവേണ്ട ആവശ്യം വരില്ല. നമ്മുടെ ഫിഷിന് നല്ല ക്വാളിറ്റി ഉണ്ടാവും, അതിന്റെ ഗ്രോത്ത് ഉണ്ടാവും. കാരണം ഈ നല്ല, അതായത് നമ്മൾ പറയുന്നുണ്ട് സബ്മേഴ്സിബിൾ പമ്പ് ഏത് തിരഞ്ഞെടുക്കണം എന്നുള്ളത്. അതായത് നമ്മൾ വെള്ളത്തിനനുസരിച്ചാണ് നമ്മൾ സബ്മേഴ്സിബിൾ പമ്പ് നല്ല പവർ ഉള്ളത്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു 2000 ലിറ്റർ വെള്ളമുള്ളൊരു ഇതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, മിനിമം 12,000 ലിറ്റർ പെർ ഹവറിന്റെ സബ്മേഴ്സിബിൾ പമ്പെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെ പോണ്ടിൽ വെക്കുക. കാരണം നിങ്ങളിത് ഒറ്റ പ്രാവശ്യം ഇത് വെക്കുന്നുള്ളൂ. ഫിഷ് അനുദിനം വലുതായിക്കൊണ്ടിരിക്കുന്ന ഫിഷാണ്. കുറച്ച് വലുതായി കഴിഞ്ഞാൽ എന്താണ്, അതിന്റെ ഓക്സിജനും മറ്റുള്ളതൊക്കെ എന്താണ്, നമ്മളിത് കൂട്ടി കൊടുക്കുന്നില്ല. ഫിഷ് വലുതാകുന്നതിനനുസരിച്ച് ഇതിന്റെ ഓക്സിജനും കൂട്ടി കൊടുക്കണം നമ്മൾ. അപ്പൊ നമ്മൾ ഉണ്ടാക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് എനിക്കത് പറയാനുള്ളത്. പിന്നെ നമ്മൾ പോണ്ടിൽ തന്നെ ഫിൽട്രേഷനോട് കൂടെ, ഇപ്പൊ ചില ആളുകൾ ചോദിക്കും നമ്മൾ വെള്ളം ഇങ്ങനെ ചാടുന്ന അതും ഉണ്ടല്ലോ, നമ്മൾ ഇതിൽ ഫിൽറ്ററും ഉണ്ട് എയറേഷനും ഉണ്ട് എന്ന്. അപ്പൊ നോക്കുമ്പോൾ ഫിൽറ്റർ എന്തായിരിക്കും, ആ ചെറിയ പമ്പിൽ നിന്ന് വെള്ളം ഇങ്ങനെ ചാടുന്ന ആ സിസ്റ്റം.
200 രൂപക്ക് കിട്ടുന്ന ആ എയറേഷനും കടയിൽ, അതല്ല നമ്മുടെ കോയി ഫിഷ് പോണ്ടിലെ എയറേഷൻ എന്ന് പറയുന്നത്. നല്ല തിളച്ചു മറിയുന്ന രീതിയിലായിരിക്കണം. കാരണം ഫിൽട്രേഷൻ, അപ്പൊ ചില ആളുകൾ ചോദിക്കും എന്താണ് ഫിൽട്രേഷൻ, ഫിൽട്രേഷനിൽ നിന്നുള്ള വെള്ളത്തിൽ അത് മാത്രം പോരെ, എന്ന ഓക്സിജൻ കിട്ടില്ലെന്ന്. നാനോ ബബിൾസിൽ നിന്നാണ് അധികം ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എയറേഷൻ എക്സ്ട്രാ കൊടുക്കുകയും ചെയ്യണം. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എയറേഷനും കൊടുക്കുന്നത്. അതെ 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 അതെ, നല്ല രീതിയിൽ എയറേഷൻ ആക്കി കൊടുക്കുക. അതെ അതെ അതെ. പിന്നെ നമ്മൾ അവിടെ വെള്ളം ചാടുന്ന സിസ്റ്റം, ഇപ്പൊ ചില ആളുകൾ എന്ത് ചെയ്യും, ഇങ്ങനെ ഫിൽട്രേഷൻ ഉണ്ടാക്കിയിട്ട് ഒരു ഭാഗത്ത് നിറയെ വെള്ളം ഇങ്ങനെ ചാടുന്ന സിസ്റ്റം. ഈ ചാടുന്നത് എന്തല്ല, ഫിൽറ്ററിന്റെ ഭാഗമായിട്ടുള്ളതല്ല, അത് നമുക്കൊരു സൂചന തരുന്നതാണ് നമ്മുടെ ഫിൽട്രേഷൻ നിങ്ങൾക്ക് കഴുകാനായിട്ടുണ്ട് എന്നുള്ളത്. അത് 24 മണിക്കൂറും അവിടെ വെള്ളം ചാടില്ല, ഇല്ല. അങ്ങനെ ഒരു സിസ്റ്റം, അതാണ് നമ്മളെ ഫിൽട്രേഷൻ നമ്മളായിട്ട് ക്രിയേറ്റ് ചെയ്തതാണ്. കാരണം കുറെ പിന്നെ ഗിരീഷേട്ടന് അറിയാലോ, കുറെ വർഷങ്ങളായി നമ്മൾ ഈ ഫീൽഡിലുള്ളത്. ഓരോന്നും പഠിച്ച് അവസാനം നമ്മൾ ഫിക്സ് ആക്കിയ ഒരു സംഭവമാണ് ഈ ഫിൽട്രേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ അധികം ആളുകളും ഇത് വന്ന് കണ്ട് മനസ്സിലാക്കിയിട്ട് പോയി ഉണ്ടാക്കുന്നുണ്ട്. കാരണം ഒരു കുറഞ്ഞ രീതിയിൽ നല്ലൊരു ഫിൽട്രേഷൻ, നല്ലൊരു കോയി ഫിഷ് പോണ്ട് ഉണ്ടാക്കുന്നവർക്ക് ബാക്കില് എന്താണ് എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്ക് പറയാം. അപ്പോ പറയട്ടെ. അപ്പൊ ചില ആൾക്കാർ പറയും, ഫിൽട്രേഷൻ ആകുമ്പോൾ നമുക്ക് ആ ഫിൽറ്റർ ഇങ്ങനെ വലിയ ചാമ്പർ ഒക്കെ കാണുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നുള്ളത്, അത് മോശമാണെന്നുള്ളത്. പക്ഷെ ഫിഷ് പോണ്ട് വീടിന് ഉള്ളിൽ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ആദ്യം തന്നെ ഈ ഒരു സംവിധാനത്തിനും കൂടി നമ്മൾ സ്ഥലം കണ്ടിരിക്കണം. എന്നാൽ നമുക്ക് ഇതിന് മുകളിൽ ചെടികളോ അങ്ങനെ എന്തെങ്കിലും വെച്ചാൽ ഇതിപ്പോ അങ്ങനെ പ്രത്യേകം അറിയില്ലല്ലോ, ഒരു വൃത്തികേടായി തോന്നുന്നില്ല. ബക്കറ്റുകളായി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ വൃത്തികേടൊന്നും ഇല്ല. ഇത് നമ്മൾ ഇനി തുറക്കാൻ പോവുകയാണ്. ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഇപ്പോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതാണ് നമ്മുടെ സബ്മേഴ്സിബിൾ പമ്പിന്റെ എൻഡ്. ഇവിടെ നിന്നാണ് സബ്മേഴ്സിബിൾ പമ്പ് ഇവിടെയാണ് വെച്ചിട്ടുള്ളത്. അത് സെൻട്രലിൽ നിന്ന് വെള്ളം വേസ്റ്റുകൾ വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അത് ഇതുവഴിയാണ് വരുന്നത്. ഇതുവഴി നമ്മുടെ സബ്മേഴ്സിബിൾ പമ്പ് വഴി ഇതിലൂടെ വന്ന് ഇവിടെ ചാടുക ചെയ്യുന്നത്. ഇത് ചേംബർ സിസ്റ്റം ആണത്, ചേംബർ ഫിൽട്രേഷൻ ആണത്. ഇത് നമ്മൾ തുറന്ന് കാണിക്കുകയാണ് പോകുന്നത്. കണ്ടോ? ഒരു അറകളായിട്ട് ലാസ്റ്റ് ഇത് കാണുന്നുണ്ടല്ലോ. അപ്പൊ ചില ആളുകൾ ചോദിക്കും, നമ്മുടെ ചേംബറിന്റെ ഉള്ളില് എന്തിനാണ് എത്ര അറകൾ ഉണ്ടാവണം, എന്തെല്ലാം അതിൽ വെക്കണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ ചോദിക്കാറുണ്ട്. നമ്മൾ 1, 2, 3, 4, 5 ചേംബറുകളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. 5 എണ്ണം. അത് നമ്മുടെ വീടിനുള്ളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടുത്തെ സ്ഥല പരിമിതിക്ക് അനുസരിച്ച് ഉണ്ടാക്കാം. 5ഓ 6ഓ ഉണ്ടാക്കാം. എത്ര ഉണ്ടാക്കുന്നോ അത്രയും നമ്മുടെ വെള്ളത്തിലുള്ള സോൾഡ് വേസ്റ്റ് പിടിച്ചെടുക്കുന്ന ഒരു അറിയായിട്ട് മാറും. ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇതിൽ നിന്ന് ഫസ്റ്റിൽ ഇതിലേക്ക് വരുന്ന ഇതിലാണ് നല്ല സോൾഡ് വേസ്റ്റ് ഇതിൽ പറ്റി പിടിച്ചിരിക്കുക. രണ്ടാമത്തേതിൽ വരുമ്പോ എന്ത് ചെയ്യും, അതിൽ പിടിക്കാത്തത് ഇതിൽ നിന്ന് പിടിക്കും. ഇതിൽ നിന്നും അങ്ങനെ തന്നെയാണ് ഉണ്ടാവുക. ഇതിലേക്ക് വരുമ്പോ തീരെ സോൾഡ് വേസ്റ്റ് ഉണ്ടാവില്ല. ഇതിലേക്ക് ഒരിക്കലും തന്നെ സോൾഡ് വേസ്റ്റ് വരാനും പാടില്ല. കാരണം ഇത് നമ്മൾ കഴുകി കൊടുക്കാൻ പറ്റാത്ത നമ്മുടെ ബയോ ഫിൽട്രേഷൻ ആണ്. ബയോ ഫിൽട്രേഷൻ എന്ന് പറയുന്നതാണ് നമ്മുടെ വെള്ളത്തിൽ ഉണ്ടാകുന്ന pH മറ്റു വ്യതിയാനങ്ങളൊക്കെ നിലനിർത്തുന്നത്. കണ്ടോ? ബയോബോൾസ് ഒക്കെ. ഇതിലെന്താണ് വെക്കുന്നത്? ചില ആൾക്കാർ കരി ഇത് പല മാർക്കറ്റിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം കൊണ്ടുവന്ന് ഇട്ടിട്ടും ഇടലുണ്ട്. അത് വേണോ ഇത് വേണോ, എന്റെ വാട്സപ്പിൽ ഇങ്ങനെ കാണാം. അപ്പൊ ഞാൻ പറയാറുണ്ട്, ഞാൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. കാരണം ഇതിൽ നമ്മൾ ഇട്ടിട്ടുള്ളത്, ഇതിൽ ബയോബോൾസ് കണ്ടു, നിങ്ങള് ബയോബോൾസ് കണ്ടു. അതുപോലെ ഇത് സാധാരണ നമ്മൾ മെറ്റലാണ്. കണ്ടല്ലോ? ഇതിലാണ് നമ്മുടെ കൂട് കൂട്ടിയിരിക്കുന്നത് നമ്മുടെ ബാക്ടീരിയകള്. ഇതെല്ലാം നമ്മുടെ സോൾഡ് വേസ്റ്റ് പിടിച്ചെടുക്കാനുള്ളൊരു മാർഗം. ഇതിന്റെ ബേസിക് എന്താണെന്ന് വെച്ചാല്, നമ്മൾ ചായ അരിക്കുന്ന അരിപ്പ ഉണ്ടല്ലോ, അതാണ് ശരിക്കും ഇതിന്റെ ബേസിക് ഫിൽട്രേഷൻ എന്ന് പറയുന്നത്. ആ ചണ്ടി നമ്മൾ അരിപ്പയിലൂടെ എടുത്തിട്ട് ഒഴിവാക്കുക ചെയ്യുന്നത്. അതാണ് ഈ കോയി ഫിഷിനെ വളർത്തുമ്പോൾ അവർക്കും വേണ്ടത്. അതിന്റെ സോൾഡ് വേസ്റ്റ് എടുത്ത് ഒഴിവാക്കണം. ഇത് 2 3 ദിവസം കൂടുമ്പോൾ എടുത്ത് ഒഴിവാക്കുക. ഇനി ഒഴിവാക്കിയില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് ഒഴിവാക്കിപ്പിക്കുന്ന രീതിയാണ് ഈ ഒരു വെള്ളച്ചാട്ടം.
ഇപ്പൊ ചാടിക്കൊണ്ടിരിക്കുന്നത്. ഇതിപ്പോ ഇന്ന് രാവിലെ മുതല് രണ്ട് മൂന്ന് ദിവസം മുന്നേ നമ്മൾ ചെയ്താണ്. കാരണം ഇത് ഒരു ഇത് നമ്മൾ ഈ ചേമ്പർ ഉണ്ടാക്കുമ്പോ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് ഒരു ഇതിനൊരു പിന്നെ ഓവർഫ്ലോ ഇതിന് കൊടുക്കണം. കാരണം എന്താന്ന് വെച്ചാല് ഇതിലേക്കാണ് നമ്മുടെ ഫസ്റ്റ് ചേമ്പറിലേക്കാണ് നമ്മൾ വെള്ളം ചാടിക്കൊണ്ടിരിക്കുന്നത്. ഇതില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വെള്ളം മൊത്തം പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കും. അപ്പൊ ഈ രണ്ട് ഗുണം, ഒന്ന് ഇതിലോട്ട് നമ്മളെ പോണ്ടിലോട്ട് തന്നെ ചാടും, പിന്നെ അത് മാത്രമല്ല ഞങ്ങളുടെ പോണ്ട് കഴുകാനായിട്ടുണ്ട് എന്നുള്ള ഒരു സിഗ്നൽ കൂടെ നമുക്ക് തരിക ചെയ്യുന്നത്. ഇനി നമ്മളിത് എടുത്തു കാണിക്കുക ചെയ്യുന്നത്. ഇതിനുള്ളിലുള്ള അറകൾ എന്തെല്ലാമാണ്, പിന്നെ എങ്ങനെയാണ് ഇത് വെച്ചിട്ടുള്ളതൊക്കെ വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ മുട്ടയുടെ ട്രേ വെച്ചിട്ടാണ് നമ്മൾ ഇതിനെ പാർട്ടിഷൻ ചെയ്തിട്ടുള്ളത്. അതിനെ നമ്മൾ കാണിക്കുക ചെയ്യുന്നത്. ഓക്കെ, പറയട്ടെ. ഇപ്പൊ നമ്മളിത് ഓഫ് ആക്കിയാണ് നമ്മളെ പ്രേക്ഷകർക്ക് ഇത് A to Z കാണിക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ ലക്ഷ്യം. അവർക്ക് ഇത് മനസ്സിലാണ്. നമ്മളിങ്ങനെ മറ്റുള്ളവരെ പോലെ ഒന്ന് കാണിച്ചു പോയിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ അത് നമ്മളിപ്പോ ഓഫ് ആക്കിയിട്ടുണ്ട്. അപ്പൊ ഇതില് ഇപ്പൊ നേരത്തെ ഇതിലൂടെ വെള്ളം ചാടുന്നതില്ല, നിന്നു. നിന്നു, കണ്ടല്ലോ. ഇനി നമ്മൾ എന്താ ചെയ്യാല്, ഇങ്ങനെയാണ് വളരെ അത്രയും പൈസ ലക്ഷക്കണക്കിന് രൂപ മുടക്കിയിട്ടാണ് ഇതൊക്കെ ഉണ്ടാക്കുന്ന ആളുകൾ. നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടാണ് ചെയ്തത്. ഇത് എങ്ങനെ, അതെ, ഇത് പിന്നെ ഇതിന്റെ സോളിഡ് വേസ്റ്റ് പിടിച്ചെടുക്കുക എന്നുള്ളതാണല്ലോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പൊ ഫസ്റ്റ് ഇതില് നമ്മൾ വെക്കുന്നത് കണ്ടോ നിങ്ങള്, കണ്ടോ, ഇതാണ് നമ്മുടെ കോയി ഫിഷ് പോണ്ടിലെ വില്ലൻ. അസുഖങ്ങൾ ഉണ്ടാക്കുന്ന ഈ സോളിഡ് വേസ്റ്റ് കെട്ടിക്കിടക്കും. അതിൽ നിന്നാണ് ഈ റെഡിമെയ്ഡ് ഫിൽട്രേഷൻ വെക്കുന്ന ആളുകളോടും കൂടെ അവരുടെ ശ്രദ്ധയ്ക്ക്, ഈ സാധനം നിങ്ങൾ എത്ര ബാക്ക് വാഷ് ആണ്, ഓട്ടോമാറ്റിക് ആണ് എന്ന് പറഞ്ഞാലും ഇത് കളയാനുള്ള ഒരു മാർഗം ഏത് ഓട്ടോമാറ്റിക് ഫിൽട്രേഷനിലും ഇല്ല, റെഡിമെയ്ഡ് ഫിൽട്രേഷനും ഇല്ല എന്നുള്ളതാണ്. വേൾഡിൽ തന്നെ നിങ്ങൾ കോയി ഫിഷിന്റെ ഫിൽട്രേഷൻ എന്ന് നിങ്ങൾ അടിച്ചു നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ വലയും ഇതൊക്കെ തൂക്കി പിടിച്ചിട്ട് ആളുകൾ ഇങ്ങനെ കഴുകാൻ പോകുന്ന രംഗങ്ങൾ. അപ്പൊ ഇത് നമ്മൾ മാനുവലായിട്ട് കഴുകി കൊടുക്കല്ലാതെ വേറെ നിവൃത്തിയില്ല. കണ്ടോ, ഇതെന്താണ്, എല്ലാവർക്കും കാണാൻ പറ്റുന്ന സാധനമാണ്, മുട്ടയുടെ ട്രേ ആണിത് അല്ലെ. നമ്മളിത് പാർട്ടീഷൻ ചെയ്യാൻ വേണ്ടി വെച്ചതാണ്. കണ്ടല്ലോ, ഇത് നമ്മൾ കിണർ വലയാണ്, കിണർ വല കട്ട് ചെയ്തിട്ടാണ് ഇത് വെക്കുന്നത്. അപ്പൊ ഇതിലുള്ള വേസ്റ്റുകൾ നമ്മൾ എന്ത് ചെയ്യാണ് ഇനി മാറ്റി കൊടുക്കുന്നത്. അപ്പൊ ഇത് നമ്മൾ മാറ്റുക ചെയ്യുന്നത്. കണ്ടല്ലോ, ഇത് ഒഴിവാക്കി. ഈ രണ്ടാമത്തേത് നമ്മൾ തുറന്നു നോക്കാം. കണ്ടോ, കണ്ടില്ലേ? അതെ, അപ്പൊ പകുതി കുറച്ച് ഇതിലുണ്ടാവും. കണ്ടല്ലോ, ഇത് നമ്മള് എടുത്തൊഴിവാക്കി. അതെ, അത് വേറെ ഒന്ന് പറയാനുണ്ട് ഞാൻ. അത് ഇനിയിപ്പോ അടുത്തത് പറയാന്നുള്ള രീതിയിലാണത്. അപ്പൊ ഇതിന് നിങ്ങളത് കണ്ടുപിടിക്കുക. കാരണം നിങ്ങൾക്ക് ഇത് അറിയാമല്ലോ പരിപാടി എങ്ങനെയാന്നുള്ളത്. ഇത് നമ്മള് പിന്നെ നെറ്റ് ഇത് വെച്ചതാണ്. പിന്നെ നമ്മളെ ബയോസ്പോഞ്ച് ഉണ്ടല്ലോ, ഇത് വെക്കണമെന്നില്ല. കാരണം ഇത് നമ്മൾ ഉണ്ടെങ്കിൽ വെക്കുക എന്നുള്ളതാണ്. കണ്ടോ, ഇതില് നമ്മളെ പൊടികളൊക്കെ പിടിച്ചെടുക്കും, ചെറിയ ചെറിയ അതിൽ നിന്ന് വിട്ടുപോകുന്ന പൊടികള്. ഇത് കഴുകി കൊടുക്കാനുള്ളതാണ്. അതുകൊണ്ട് ഇങ്ങോട്ട് മാറ്റി. ഇനിതാ ഇങ്ങോട്ട് എത്തുമ്പോ കണ്ടില്ലേ, ലാസ്റ്റ് ഉള്ളതൊക്കെ ഇതിൽ പിടിച്ചിരിക്കും. വളരെ കുറവായിരിക്കും ഇതിലുണ്ടാവുക. ഇതിലേക്ക് വരുമ്പോ ഒരിക്കലും തന്നെ നമ്മൾ വേസ്റ്റ് പാടില്ല. അത് കാണുമ്പോ തന്നെ അറിയാൻ പറ്റുമല്ലോ ഇതിലേക്ക് വേസ്റ്റ് ഇല്ല എന്നുള്ളത്. തെളിഞ്ഞ ഇതിൽ നിൽക്കും. ഇങ്ങനെയാ ഉണ്ടാവുക. ഇനിയിപ്പോ നിങ്ങൾ ചോദിച്ചൊരു ചോദ്യം, ഇത് പാർട്ടീഷൻ ചെയ്യുന്നത് എങ്ങനെയാന്നുള്ളതാണ്. നമുക്ക് വില കുറഞ്ഞ് കിട്ടാവുന്ന തരത്തിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഇത് പിന്നെ നമ്മൾ ഈ ടൈൽസിന്റെ കടയിൽ പോയപ്പോഴേ നമുക്ക് നമ്മുടെ സുഹൃത്ത്, നമ്മൾ കോയി ഫിഷ് വാങ്ങുന്ന ഒരാൾ തന്നെയാണ്. പുള്ളിക്കാരൻ എന്ത് ചെയ്തേ, എന്നോട് പറഞ്ഞിങ്ങനെ, എനിക്ക് അതിനെ പറ്റി അറിഞ്ഞിരുന്നില്ല. അത് പിന്നെ ഇതുണ്ട് വളരെ കുറവിന്, എത്ര 50 രൂപക്കാണ് വലിയൊരു ഇത് കിട്ടിയത്. ഇത് കട്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്താണ്, ഇത് പാർട്ടീഷൻ ചെയ്താണ്. അപ്പൊ നമ്മൾ ഓരോ ചാമ്പർ ടു ചാമ്പറുകളിൽ നമ്മൾ എത്ര പിന്നെ ഓൾസുകൾ കൊടുക്കാൻ പറ്റുമോ അത്രയും കൊടുക്കുന്നത് നല്ലതാണ്. ചില ആളുകൾ അടിയിൽ ഓട്ട കൊടുക്കും, പിന്നെ മുകളിൽ, പിന്നെ അടുത്ത ചാമ്പറിൽ നിന്ന് അടിയിൽ നിന്ന് മുകളിൽ, അങ്ങനെ ആയിരിക്കും. അങ്ങനെയൊന്നും ഇതിന് വേണ്ട. ഒരേ രീതിയിൽ വലിയ തുളകൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, കാരണം അത്രയും നമുക്ക് വെള്ളം അതിൽ നിന്ന് പോരണല്ലോ. വേസ്റ്റ് അവിടെ നിൽക്കുന്നത് വേറെ സംവിധാനം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മൾ ഇത് ഉണ്ടാക്കേണ്ടത്. ഈ ടൈൽസ് വാങ്ങിയാൽ മതി. ഈ ടൈൽസ് വാങ്ങുമ്പോൾ നമ്മൾ 2 ഗുണമുണ്ട്. ഒന്ന്, നമുക്ക് എന്ത് ചെയ്യാം, അത് കട്ട് ചെയ്തിട്ട് ഇതിനൊരു ക്ലോസ് ആക്കിയിട്ട് വെക്കുകയും ചെയ്യാം, അടച്ചു വെക്കുകയും ചെയ്യാം. മനസ്സിലാവല്ലോ. ഇപ്പൊ എന്തെല്ലാം സംവിധാനങ്ങൾ ഇതിലുണ്ട്. പക്ഷെ ഇത് അടച്ചു വെച്ച് കഴിഞ്ഞാൽ
ഒരിക്കലും തന്നെ ഇതിനുള്ളിൽ എന്താ ഉള്ളത് എന്നുള്ളത് കാണാൻ പറ്റില്ല. ഇത് ഞാൻ എന്ത് ചെയ്യാം, നമ്മൾ കഴിഞ്ഞതിന് ശേഷം ഞാനിത് ശരിയാക്കിക്കോളാം. പക്ഷെ ഇന്ന് കാണാൻ വേണ്ടിയിട്ട് ഞാൻ അടക്കുക ചെയ്തത് കണ്ടല്ലോ അല്ലേ. ഇത്രയും നമ്മുടെ വെള്ളത്തിനെ ക്വാളിറ്റിയിൽ നമ്മുടെ ഫിഷിനെ ക്വാളിറ്റിയിൽ നിലനിർത്തുന്ന ഒരു സംവിധാനമാണ് ഇത്. അതിനെ മൂടി വെച്ചാൽ ഇതിന് മുകളിൽ ചെടികളോ വീടിനുള്ളിലൊക്കെ ആണെങ്കിൽ ചെടികളൊക്കെ വെച്ചാൽ ഒരിക്കലും തന്നെ അങ്ങനെ ഒരു ഫിൽട്രേഷൻ ഉണ്ടെന്ന് അറിയില്ല. ഈ സിസ്റ്റം തന്നെയാണ് നമ്മൾ നമ്മുടെ ഫാമിലെ ശരിക്കും ഫാമിലുള്ള പിന്നെ പോണ്ടുകൾക്കൊന്നും ഇങ്ങനെ ഫിൽട്രേഷൻ ഉണ്ടാവാറില്ല എവിടെ. പക്ഷെ നമ്മുടെ ഫിഷിനെ നല്ല രീതിയിൽ വേണം എന്നുള്ള രീതിയിൽ സെയിലായോ ആയില്ലേ എന്നുള്ളതല്ല, അവര് ജീവിച്ചു പോകണ്ടേ. അപ്പൊ ആ നല്ല രീതിയിൽ വേണം എന്നുള്ള രീതിയിലാണ് ഇതെല്ലാം തന്നെ നമ്മൾ സജ്ജീകരിച്ചിട്ടുള്ളത്. അപ്പൊ ഇതിലിപ്പോ എത്ര പമ്പ് ഇപ്പൊ നമ്മള് ഇതിൽ വെച്ചിട്ടുള്ളത് ഇപ്പൊ ചില ആളുകൾ ചോദിക്കും ഇതിൽ എത്ര പിന്നെ ഇതാണെന്നുള്ളത്. എന്തെങ്കിലും ആളുകൾക്ക് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിന്റെ കമന്റിൽ കൊടുത്താൽ ഗിരീഷേട്ടന് അറിയാലോ, എനിക്ക് സമയമുള്ള സമയത്ത് ഞാൻ എന്ത് ചെയ്യും, അതിന്റെ അടിയിൽ അതിന്റെ റീപ്ലൈ ഞാൻ കൊടുത്തോളാം കേട്ടോ. ഇതിൽ നമ്മൾ 16,000 ലിറ്റർ പെർ ഹവറിന്റെ സബ്മേഴ്സിബിൾ പമ്പാണ് യൂസ് ചെയ്യുന്നത് ഇതില്. കാരണം കുറച്ച് അത്യാവശ്യം വലിയ പോണ്ടാണ്. അത്യാവശ്യം വലിയ പോണ്ട് ഉണ്ടാക്കുമ്പോൾ നമ്മൾ അത്രയും പവറിൽ നമ്മളെ പോണ്ട് മെയിൻറ്റെയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ രീതിയിലുള്ള സബ്മേഴ്സിബിൾ പമ്പ് വെക്കണം. അപ്പൊ പിന്നെ നമുക്ക് ഇതില് വൺ ടൈം വെള്ളം നടത്താം. അതെ, വൺ ടൈം. ഇതില് വെള്ളം മാറ്റേണ്ട ഒരു അവസ്ഥ വരുന്നത് എങ്ങനെയാന്ന് വെച്ചാല് വെള്ളം ഇടക്ക് മാറ്റേണ്ട ആവശ്യം വരുന്നില്ല. മാറ്റുന്ന വിഷയം നമ്മൾ ഈ തീറ്റ ഉണ്ടല്ലോ, നമ്മൾ ഇപ്പൊ എന്ത് തീറ്റയായാലും തന്നെ ഈ തീറ്റയുടെ കളറും ഇവരുടെ വേസ്റ്റും കൂടെ കൂടുമ്പോൾ ഒരു കളറും മങ്ങുന്നു വരുന്നുണ്ട്, ഒരു റെഡിഷ് കളറിലേക്ക് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, അത് ഒരു പക്ഷേ 3 മാസം 4 മാസമൊക്കെ പിടിക്കും കേട്ടോ. അപ്പൊ വെള്ളം നമ്മൾ എന്ത് ചെയ്യും, മാറ്റി കൊടുക്കുക ചെയ്യും. അതെ അതെ അതെ. അത് നമ്മളെ വീടായാലും അങ്ങനെ തന്നെയാണല്ലോ. നമ്മളെ വീട്ടിൽ എത്ര റൂമിൽ നിന്നാലും നമ്മളൊന്ന് റെഡി ആക്കണല്ലോ, അതേപോലെ തന്നെ അവരെന്ത് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അതെ അതെ. ഫിഷിന്റെ ഗുണങ്ങളോട് പറഞ്ഞോളൂ. ഫിഷിന്റെ ഗുണങ്ങൾ, ഫിഷിന്റെ ഇത് ഈ ഫിൽട്രേഷന് വെച്ചാല് ഈ ഫിൽട്രേഷൻ ഇങ്ങനെ രീതിയിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, നമുക്ക് അസുഖങ്ങളില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അതേപോലെ തന്നെ ഇതിന്റെ ഗ്രോത്ത്, കാരണം ഇതിന്റെ വെള്ളം ഇതിന്റെ ഒഴുക്കിനെതിരെ നീന്തുമ്പോഴാണ് ഇതിന്റെ ഗ്രോത്തും കൂടി ഉണ്ടാവുക. ഒന്നത് അല്ലാതെ കുറെ ഫുഡ് മറ്റേത് അത് ഇത് എന്നുള്ള രീതിയിലല്ല. ഒഴുക്കുണ്ടെങ്കിലാണല്ലോ ഒഴുക്കിനെതിരെ നീന്തുമ്പോ അവർക്കൊരു എക്സസൈസ് വേണ്ടല്ലോ. അതില് അപ്പൊ നമ്മള് അവസാനം വരെ നമ്മുടെ കൂടെ ഈ ഫിഷും ഉണ്ടാകും. അതെ. അപ്പൊ ഫിഷിനെ വളർത്തുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഫിൽട്രേഷൻ വെച്ചതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, നമ്മുടെ ഫിഷിനെ കൊണ്ടുവന്ന് ഇടുക, അതിനെ പരിചരിക്കുക. അത്രേ പറയാനുള്ളൂ എനിക്ക്. പഴയ കാലത്ത് സെറ്റാക്കി അകത്തുള്ളത് അല്ലേ? അപ്പൊ ഇതില് ബന്ധപ്പെട്ടത് ഇതില് ഇപ്പൊ നമ്മുടെ ഫിഷിനൊക്കെ വയനാട് നമ്മുടെ റഷീദ്ക്കയുടെ ഫാമിലോട്ട് അല്ലെങ്കിൽ മൗണ്ടൻ പോണ്ട് റിസോർട്ട് എന്ന് പറയുന്ന നമ്മുടെ സുഹൃത്തിന്റെ ഇതുണ്ട്. അപ്പൊ അവിടെ കൊണ്ടുപോയിട്ടത് കൊണ്ട് ബ്രീഡിംഗ് ഒക്കെ ഉണ്ട് അവിടെ ഉള്ളത് കൊണ്ട് എന്താണ്, ഇതിനെ നമ്മൾ തൽക്കാലം പുറത്തും വന്നപ്പോ ഇതിൽ നിന്ന് തൽക്കാലം ഒരു മോചനം എന്നുള്ള രീതിയിൽ പിന്നെ വെച്ചതാണ്. ഏത് നിമിഷവും നമ്മൾ ഇത് കണ്ടിന്യൂ ചെയ്യും കേട്ടോ. ഇതിലെ ഫിൽട്രേഷൻ ഒക്കെ ഇതിലിപ്പോ നമുക്ക് ഒരു പുതിയ ഫിഷിനെ കിട്ടി, സൺസെറ്റ് പ്ലാറ്റി. അതപ്പോ ചില ആൾക്കാർ പറയും, ചോദിക്കും, കമന്റ് പറയും, ഇത്രയും വലിയൊരു പോണ്ട് പ്ലാറ്റിനാണോ നിങ്ങൾ ഇടാൻ കണ്ടത്? ഓ, അതിന്റെ ഒരു ഇത് അങ്ങനെയാണല്ലോ ത്രില്ല്. അതിന്റെ കുട്ടികളെ ഇപ്പൊ ഇറങ്ങി കാണിക്കുന്ന വെച്ചാൽ എല്ലാരും ഓടിപ്പോവും. അതിന്റെ കുട്ടികളെ കാണുന്നുണ്ട് നിങ്ങളെ അവിടെ ആ തലക്കല് എത്രങ്ങാനും കുട്ടികളാണെന്നറിയോ? സൺസെറ്റ് പ്ലാറ്റി. പിന്നെ എന്റെ പഴയ രീതി നമ്മൾ സാധാരണ ഇപ്പൊ ഈ ഒരു ബ്രീഡർ എന്നുള്ള രീതിയിൽ ഇപ്പൊ ഇതിനും നമ്മൾ ആ മെത്തേഡാണ്, കുറച്ച് വൈക്കോലാണ് മുകളിൽ കാണുന്നത്. കുട്ടികളെ ഉണ്ടാവും ചെയ്യും, അവർക്ക് അത് ഒളിച്ചു നിൽക്കാനും പറ്റും. 2 ഗുണങ്ങളും ഉണ്ട്. അപ്പൊ ഫിഷിനൊക്കെ വളർത്തുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് എന്തെങ്കിലും ഗുണങ്ങളൊക്കെ ഉണ്ടാവണ്ടല്ലേ, ആളുകളും പഠിക്കട്ടെ ഇങ്ങനത്തെ ഓരോ സംഭവങ്ങളൊക്കെ ആയിട്ട്. പിന്നെ മറ്റൊരു സംഭവം ഉണ്ടായി, ഇതെന്തിനാണ് ബ്രീഡിംഗ് കേജ് എന്നാണ് പറയാ. ഞാൻ അടുക്കളയിൽ നിന്ന് കട്ടെടുത്താണ് വൈഫിനെ കാണാതെ. ബ്രീഡിംഗ് കേജ് എന്തിനാ അറിയോ, നമ്മൾ ഗപ്പിനൊക്കെ ഇടുമ്പോ അതില് ബ്രൂഡ് സ്റ്റോക്കിന് ഇട്ടാൽ മതിയല്ലോ. ഞാൻ അങ്ങനെ ഇവരെ കൊണ്ടുവന്നപ്പോഴേ അതിലിട്ടു. പിറ്റേന്ന് രാവിലെ അതിൽ ഒറ്റൊന്നുമില്ല, പക്ഷെ കുട്ടികളൊക്കെ അതിൻ്റെ ഉള്ളിൽ കയറി. അപ്പൊ അതിനുള്ളിൽ നിറയെ കുട്ടികളാ. ഇനിയും പ്രസവിക്കാനുണ്ട്. വയറൊക്കെ വീർത്തി. അതെ 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 അതെ. ഇത്ര ഭംഗിയിൽ കാണുന്ന കുഞ്ഞുങ്ങളെ കാണാം. അതെ അതെ അതെ. അത് ഇവിടെ അല്ലല്ല, അതുപോലെ അങ്ങനെ വലുതായിക്കോട്ടെ എന്നുള്ള രീതിയിലാണ്. അതെ അതെ. പിന്നെ നമ്മളെ ഫിഷിനെ വരുമ്പോ നമ്മളിത് എല്ലാം പിടിച്ചിട്ട് വേറെ ടാങ്കിലേക്ക് മാറ്റി കോഴി ഫിഷിനെ ആക്കും.
കാരണം ഇതാണല്ലോ നമ്മുടെ ഐഡന്റിറ്റി. കാരണം മൊത്തം വൈറലായിട്ടുള്ള പല യൂട്യൂബേഴ്സിന്റെയും പല ആളുകളുടെയും തുടക്കം ഇതിൽ നിന്നാണ്. പല ആളുകളും എന്നോട് പറഞ്ഞിട്ടുണ്ട്. അവാർഡ് കിട്ടിയ അതായത് ഈ കർഷക ദിനത്തില് നമുക്കായിരുന്നു പിന്നെ ആദരവ്. അടിപൊളി. ഓ കൊറേ ആദരിക്കൽ ചടങ്ങ്. ആദരിക്കൽ ചടങ്ങ് പിന്നെ നാട്ടിൽ നിന്ന്, നമ്മുടെ സ്വന്തം നാട്ടിൽ നിന്നുണ്ടായിരുന്നു. പിന്നെ പിന്നെ മനോരമ ചാനലിൽ ഉണ്ടായിരുന്ന ഇതായിരുന്നു. പിന്നെ നമ്മുടെ ലൈസൻസും മറ്റു കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നമ്മുടെ മനോരമ നമ്മുടെ ബ്രീഡിങ്, നമ്മുടെ പേര് വെച്ചിരുന്ന അവർ കൊടുക്കുന്നതാണ്. ബ്രീഡിങ് എങ്ങനെയാന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ ഉള്ള ഇതാണ് ഇതൊക്കെ. കോയി ഫിഷിനെ ഇത് 2020 കർഷകശ്രീ ഒന്നുമല്ലേ? അതെ അതെ, 2020 കോയി ഫിഷ് ഉബൈദ് കോട്ടക്കൽ എന്ന് പറഞ്ഞിട്ട് അവരെ നമ്മള് പേരൊക്കെ കൊടുത്തിട്ട് ലേഖനം വന്ന ഫാം. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പിന്നെ കുറെ നമ്മള് ഫോണിനെ പറ്റി പറഞ്ഞു. ഈ ഫോണിന് നേരിട്ട് വന്ന് കണ്ട് നിങ്ങൾക്ക് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ എന്നെ വിളിച്ചു വന്നിട്ട് വാട്സപ്പിൽ ചിലപ്പം ഒരു പക്ഷെ ഉണ്ടായിക്കോളന്നില്ല, എന്റെ ഫോണിൽ വിളിച്ചാൽ മതി. അപ്പൊ എന്റെ സമയത്തിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ആളുകളെ ഇങ്ങോട്ട് വിസിറ്റ് ചെയ്യിപ്പിക്കാം. ഇവിടെ കണ്ട് വന്ന് മനസ്സിലാക്കി പോവാം എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്നുള്ളത്. അതിന് പൈസ ഒന്നും വേണ്ട കേട്ടോ. അപ്പൊ അങ്ങനെയാണ്. കൊറിയർ ഉണ്ടാവും. കൊറിയർ നമ്മൾ പെറ്റ് സർവീസ് ചെയ്യുന്ന പെറ്റ് വണ്ടികളുണ്ടല്ലോ, അത് ഹൈവേയിലൂടെ മാത്രമാണ് നമുക്ക് ഇത് ചെയ്യുന്നത്. നേരിട്ട് വരും. എല്ലാത്തിലും നേരിട്ട് വന്നിട്ട് അതെ അതെ, അങ്ങനെയാണ് നമ്മളെ റൂൾ അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, എങ്ങനെയുണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ? കുറച്ച് ലെങ്ത് വീഡിയോ ആണെങ്കിലും എല്ലാവർക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഉബൈദ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് മൊത്തമായി കണ്ടവർക്ക് ഇത് തീർച്ചയായും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കുന്നു. അടുത്ത വീഡിയോ എല്ലാവർക്കും ബൈ.